നമ്മുടെ ഹൃദയത്തിന് ഈ പുഴയ്ക്കൊരു താളമുള്ളതുപോലെ നമുക്കൊരു താളമുണ്ട്. ഈ താളം നിലനിർത്തണമെങ്കിൽ നമ്മൾ ഡ്രമ്മുമേൽ ഇങ്ങനെ അടിച്ചാൽ മ്യൂസിക് വരുന്നത് പോലെ ഈ താളം നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഒരു 20-30 മിനിറ്റെങ്കിലും നടക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ താളാത്മകത, ഈ ജീവസുറ്റ ഈ ഹൃദയത്തിൻ്റെ ഈ ഒരു രാഗവും ഭാവവും നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ ഹൃദയത്തിന് ക്രൂരത ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഓരോ ദിവസവും നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് കഴിക്കേണ്ട ഭക്ഷണം നമ്മൾ ആരോഗ്യത്തിൻ്റെ വർണ്ണശബളമായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്താണ്, ഇപ്പോൾ ഒരു വ്യത്യസ്ത കളറിലുള്ള പെയിൻറ്റ്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു കലാരൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും അത് കാണാനുള്ളത്. ഇതുപോലെ വ്യത്യസ്ത നിറങ്ങളിലുള്ള റെയിൻബോ ഡയറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഹൃദയത്തെ ഏറ്റവും സമ്പന്നാത്മകമായ രൂപത്തിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മാനസിക സമ്മർദ്ദങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നമ്മളെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ബോംബ് ബ്ലാസ്റ്റുകളാണ് നമ്മളെ മാനസിക സമ്മർദ്ദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആഗ്രഹമുണ്ടോ നമ്മളെ ഹൃദയത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ? എങ്കിൽ ചിരിക്കാനും കളിക്കാനും പാടാനും നമ്മൾ സമയം കണ്ടെത്തുക. ഈ ഒരു എന്താ പറയുക, പുഴയോരത്ത് ഞാനിവിടുന്നൊരു പാട്ട് പാടുകയാണ്, എന്തിപ്പോൾ കുഴപ്പം, ആരോ കാണുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ കാണാതിരിക്കണം. ഒന്ന് ചിരിച്ചു, എന്ത് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കാൻ പോലെ. നമ്മളെ ഹൃദയത്തിന് നമ്മൾ സന്തോഷം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, അതിൻ്റെ ആരോഗ്യം നമ്മൾ ജീവനോടുള്ളിടത്തോളം കാലം അടിച്ച് പൊളിയായിട്ട് ആ ഹൃദയത്തിൻ്റെ ഉള്ള ഒരു സേഫ്റ്റിയാണ് നമ്മൾ നൽകുന്നത്. മാനസിക സമ്മർദ്ദങ്ങളും നമുക്ക് വേണ്ട. എന്തായാലും ലോക ഹൃദയ ദിനത്തിൽ ഞാൻ കഴിഞ്ഞ 7 ദിവസമായി ചെയ്യുന്ന ആ ചലഞ്ച് എല്ലാം തന്നെ നിങ്ങൾ ഫലപ്രദമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, നമ്മുടെ ഹൃദയം അത് നമ്മുടെ കൈകളിൽ സുരക്ഷിതമാവണം. നമ്മുടെ കൈകൊണ്ട് നമ്മുടെ ഹൃദയം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ലോക ഹൃദയ ദിനാശംസകൾ.